പാർവതി മില്ലിൽ വാഗ്ദാനം ചെയ്ത നാനോ ടെക്സ്റ്റൈൽസ് ടെക്നോളജി ഗവേഷണ കേന്ദ്രവും നാനോ ടെക്സ്റ്റൈൽസ് പാർക്കും എവിടെയെന്ന് കൊല്ലം എം.പി. എൻ.കെ. പ്രേമചന്ദ്രനോട് കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം. മുകേഷ്. നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പാർവതി മില്ലിന്റെ സ്ഥലത്ത് ദേശീയതലത്തിൽ നാനോ ടെക്സ്റ്റൈൽസ് ടെക്നോളജി ഗവേഷണ കേന്ദ്രവും നാനോ ടെക്സ്റ്റൈൽസ് പാർക്കും സ്ഥാപിക്കുന്നതിനുള്ള കരട് രേഖ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് പ്രേമചന്ദ്രൻ കൈമാറിയിരുന്നു. നാനോ ടെക്സ്റ്റൈൽസ് ടെക്നോളജിക്ക് പ്രതിരോധ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെയുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് DRDOയുടെ സഹകരണത്തോടെ ഗവേഷണം ആരംഭിക്കുമെന്നുമായിരുന്നു എം.പിയുടെ വാഗ്ദാനം. ഇത് കഴിഞ്ഞിട്ട് 3 കൊല്ലമാകുന്നു. ഇതിനോടകം എന്ത് പ്രവർത്തനമാണ് തുടങ്ങാൻ സാധിച്ചത്? കൊല്ലത്തെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് പാർവതി മിൽ. അതൊരു കൂട്ടം മനുഷ്യരുടെ ജീവനോപാധിയുമായിരുന്നു. അതുവഴി കൊല്ലത്തെ കമ്പോളങ്ങളെയും കച്ചവടക്കാരെയും പതിറ്റാണ്ടുകൾ നിലനിർത്തിയിരുന്നത്. 3 തവണയായി UDF എംപിമാർ കൊല്ലത്ത് നിന്നും ജയിച്ചു പോകുന്നു. ഇതിൽ 2 തവണ പ്രേമചന്ദ്രനായിരുന്നു ജയിച്ചത്. പാർവതി മില്ലിൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തായി എന്നറിയാൻ ആകാംക്ഷയുണ്ടെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.